Hi everyone, welcome to Krish Talks. സെമസ്റ്റർ റീഡിങ്സ് ഓൺ കേരളേൻ്റെ ഡിസ്റ്റൻസ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള MCQ ക്വസ്റ്റ്യൻസിൻ്റെ ഡിസ്കഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് പാർട്ട് 1 ആണ്. ആദ്യത്തെ 50 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പോൾ ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരേണ്ട ക്വസ്റ്റ്യൻസ് ഒന്നൊരു റിവിഷൻ പോലെ നിങ്ങൾക്ക് ആവുമല്ലോ എന്ന് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ പാർട്ട് 2 നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. ഫ്രിഞ്ചസിൻ്റെ ഓൾറെഡി 2 പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. മലബാർ മാനുവൽ വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ. ഏത് ഇയറിലാണ് മലബാർ മാനുവൽ പബ്ലിഷ് ചെയ്യുന്നത്? 1887. അപ്പോൾ ഇതിൽ ഇയേഴ്സ് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം, തെറ്റിപ്പോവാതെ പഠിക്കണം കേട്ടോ. Then Vasco da Gama landed at near Dash Kozhikode in 1498. 1498 വാസ്കോ ഡ ഗാമ എവിടെയാണ് ലാൻഡ് ചെയ്യുന്നത്? പന്തലായിനി എന്ന് പറയുന്ന ഒരു പ്ലേസിലാണ്. ദെൻ മൂന്നാമത്തെ ചോദ്യം, വാസ്കോ ഡ ഗാമ ഈ പന്തലായിനി എന്ന് പറയുന്നത് ഇന്നത്തെ കൊയിലാണ്ടിനെ പറയുന്ന പേരാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷനിൽ കൊയിലാണ്ടി എന്നുണ്ട്, പക്ഷെ നമ്മൾ ആൻസർ ചെയ്യേണ്ടത് പന്തലായിനി എന്ന് പറയുന്നിട്ടുള്ള ആൻസർ ആണ്. Then Vasco da Gama set sail dash from Belem near Lisbon. അപ്പോൾ ഇന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നാണ്. 1497 മാർച്ച് 25 സ്റ്റാർട്ട് ചെയ്ത ജേണിയാണ്. 98 ഇവിടെ എത്തുന്നത്. വാട്ട് വാസ് ദ നെയിം ഓഫ് ഗാമാസ് ഫ്ലീറ്റ്? ഇവർ 3 കപ്പലുകളിലായിട്ടാണ് യാത്ര തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ വാസ്കോ ഡ ഗാമയുടെ കപ്പലിന്റെ പേര് എന്തായിരുന്നു? സാൻ റാഫേൽ എന്നുള്ളതായിരുന്നു. വിച്ച് മൗണ്ടെയിൻ റേഞ്ച് മെൻഷൻ ആസ് ദ ഗ്രേറ്റ് മൗണ്ടെയിൻ? ഗ്രേറ്റ് മൗണ്ടെയിൻ എന്ന് പറയുന്നത് ഏഴിമലേനെയാണ് കേട്ടോ. വിച്ച് സിറ്റി വാസ് നെയ്മഡ് കപ്പോക്കേറ്റ്? കപ്പോക്കേറ്റ് എന്ന് വിളിച്ചത് കാലിക്കറ്റിനെ ആയിരുന്നു. അപ്പോൾ അത് CC വെച്ച് ഓർത്തു നോക്കിയാൽ മതി. ദെൻ ദ ചാപ്റ്റർ ട്രൈബൽ ടെയിൽ ഓഫ് കേരള ഈസ് ഇൻ ദ ബുക്ക് ഡാഷ് ബൈ പ്രൊഫസർ അച്യുത വാര്യർ. പിന്നെ ആൻസർ വരുന്നത് കേരള കൾച്ചർ. കേരള കൾച്ചർ എന്ന് പറയുന്ന പുസ്തകത്തിലെ ആയിരുന്നു ആ ഒരു ഭാഗം. ദെൻ 8ാമത്തെ ചോദ്യം, ദ ഹിസ്റ്റോറിയൻസ് അസ്യൂംഡ് ദാറ്റ് ദി ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഇൻഹിബിറ്റിംഗ് കേരള എറൗണ്ട്. ഏത് വർഷം മുതലാണ് കേരളത്തിൽ ഒരു മനുഷ്യവാസം തുടങ്ങിയത്? 4000 BC മുതലാണ്. 9ാമത്തെ ചോദ്യം, എമംഗ് ദി ട്രൈബ്സ് ഡാഷ് ആർ ദ മോസ്റ്റ് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി. അപ്പം ട്രൈബ്സിന്റെ ഗ്രൂപ്പിൽ ഏറ്റവും ബാക്ക്വേർഡ് ആയിട്ട് നിൽക്കുന്ന ട്രൈബ് ആരാണ്? പനിയരാണ്. ദെൻ മുതുവന്മാർ ഫ്രം ദേവികുളം, പീരുമേട് ആൻഡ് ഉടുമ്പൻചോല ആർ ബിലീവ് ടു ഹാവ് കം ഫ്രം ദ സ്റ്റേറ്റ് തമിഴ്നാടു. ഇവിടെ ആൻസർ തമിഴ്നാട്, ക്വസ്റ്റ്യനിലുണ്ട് തമിഴ്നാട്, ഇവിടെ ആൻസറിൽ തമിഴ്നാട് ഉണ്ട് കേട്ടോ. ദെൻ അടുത്തത്, അപ്പോൾ ഇവർ വന്നിരിക്കും ദേവികുളം, പീരുമേട്, ഉടുമ്പൻചോല എന്ന് പറയുന്ന സ്ഥലങ്ങളിലെയുള്ള മുതുവന്മാർ എവിടെ നിന്ന് വന്നവരാണെന്നാണ് വിശ്വസിക്കുന്നത്? തമിഴ്നാടുവിൽ നിന്നാണ്. 11ാമത്തത്, ഡാഷ് ട്രൈബ്സ് ആർ യുണീക്ക് എമംഗ് ദ ട്രൈബ്സ് ബിക്കോസ് ദേ ഡ്വെൽ ഇൻ കേവ്സ് ആൻഡ് ട്രീ ഹൗസസ് ടിൽ ദ ലാസ്റ്റ് സെഞ്ചുറി. ഇതിൽ ഒരു ട്രൈബ് ഗ്രൂപ്പ് താമസിക്കുന്നത് ഗുഹകളിലും മരങ്ങളുടെ മുകളിൽ ഈ ട്രീ ഹൗസസിലൊക്കെയാണ്. അപ്പോൾ അവരാരാ? കാണിക്കാരാണ് കേട്ടോ. വാട്ട് ഈസ് ദ നെയിം ഓഫ് കമ്മ്യൂണിറ്റി ഓഫ് ട്രൈബ്സ്? ട്രൈബ്സിന്റെ കമ്മ്യൂണിറ്റി എന്ന് വിളിക്കുന്ന പേര് ഗോത്രം എന്നുള്ളതാണ്. ദ ഗോഡസ് ഓഫ് വാർ ഈസ് കോൾഡ് ഡാഷ് who is appeared before and after war or dispute between two communities. 2 കമ്മ്യൂണിറ്റീസ് തമ്മിലുള്ള യുദ്ധത്തിന്റെ തുടക്കത്തിലും അവസാനത്തിലും അല്ലെങ്കിൽ ഇടയിലും വരുന്ന യുദ്ധത്തിന്റെ ദേവത എന്നറിയപ്പെടുന്നത് കോത്തവായിനെയാണ്. മെമ്മറി സ്റ്റോൺസ് ആർ ലെഫ്റ്റ് at the burial site by the tribes like dash as widely seen among the ഓസ്ലോയിഡ്സ്. അപ്പം ഈ ഒരു മെമ്മറി സ്റ്റോൺസ്, ഓർമ്മക്കല്ലുകളൊക്കെ ഉണ്ടല്ലോ, ഓർമ്മക്കല്ല് നാട്ടി വെക്കാറുണ്ട് മരണപ്പെട്ട് കഴിഞ്ഞിട്ട്. ആ ഒരു മരണാനന്തര ചടങ്ങുകൾക്ക് ശേഷം അങ്ങനെ ഒരു കല്ല് അവിടെ ആ ഒരു ശവകുടീരത്തിൻ്റെ അവിടെ വെക്കുന്നത് ആരാണ്? മലയരയരാണ് അങ്ങനെ വെക്കുന്നത്. ദെൻ വേർ ക്യാൻ വി സീ ദ ലാർജസ്റ്റ് ആദിവാസി സെറ്റിൽമെന്റ് ഇൻ കേരള? കേരളത്തിലെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ആദിവാസി സെറ്റിൽമെന്റ് വയനാടാണ്. 2nd ആണ് അട്ടപ്പാടി വരുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം വയനാടാണ് കേട്ടോ. What is the figure of speech in the line of the benevolent foe of inferno? ഇതിൽ കാണുന്ന ഫിഗർ ഓഫ് സ്പീച്ച് ഓക്സിമറോൺ ആണ് കേട്ടോ. ദെൻ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ടേംസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. നെയിം ഓഫ് ദ ഫോറസ്റ്റ് വെർ ദ പാണ്ഡവാസ് വെർ ലിവിംഗ് ഡ്യൂറിങ് ദെയർ എക്സൈൽ. പാണ്ഡവാസ് താമസിക്കുന്ന ആ ഒരു കാടിന്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. ദ്വൈത വുഡ്സ്, ദ്വൈതവനം അല്ലെങ്കിൽ ദ്വൈത വുഡ്സിലാണ് താമസിക്കുന്നത്. ദ സ്റ്റോറി ഓഫ് ദി ഘോഷയാത്ര ഈസ് ടേക്കൺ ഫ്രം ഡാഷ് വിച്ച് ഇസ് ദ 3rd ബുക്ക് ഓഫ് ദി 18 പർവാസ് ഓഫ് മഹാഭാരത. ഏതിൽ നിന്നാണ് ഘോഷയാത്ര എന്നുള്ള സ്റ്റോറി എടുക്കുന്നത്? വാനപർവ. ഹൂ ഈസ് ദ ഒറിജിനേറ്റർ ഓഫ് ദി ഡാൻസ് ആർട്ട് ഫോം ഓഫ് തുള്ളൽ? തുള്ളലിന്റെ ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. ഇൻ ഘോഷയാത്ര ഡാഷ് ഈസ് depicted as a local king in Kerala with an army of Nair soldiers
ഹു ആർ എനിത്തിങ് ബട്ട് കറേജിയസ്. ആ ഒരു കിങ്ങിന്റെ പേര് ദുര്യോധനൻ. 21ാമത്തെ ചോദ്യം, ഹു ഈസ് ദ ഓഥർ ഓഫ് ദ പോയം ആത്മോപദേശ ശതകം? ആരാണ്? ശ്രീനാരായണ ഗുരു. എല്ലാ പിള്ളേർക്കും ടഫായിട്ട് തോന്നിയ ഒരു ചാപ്റ്റർ ആണെന്ന് ഞാൻ കമന്റ് കണ്ടു. അപ്പോൾ നിങ്ങൾ ഒന്ന് ഫോക്കസ് ചെയ്ത് പഠിച്ചോളൂ. അങ്ങനെ ഒത്തിരി ക്വസ്റ്റ്യൻസ് ഒന്നും അതിൽ നിന്ന് വരാറില്ല, പക്ഷെ ഇൻ കേസ് ഈ കൊല്ലങ്ങാനും വന്നാലോ, അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കാൻ ശ്രമിക്കുക. ദെൻ ശ്രീനാരായണ ഗുരു എസ്റ്റാബ്ലിഷ്ഡ് അദ്വൈത ആശ്രമം ഇൻ ആലുവ in the year 1913. The dash meter is used to set ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം സെറ്റ് ചെയ്യുന്ന ഒരു മീറ്റർ മൃഗേന്ദ്ര മുഖം എന്നുള്ളതായിരുന്നു. ആത്മോപദേശ ശതകം വാസ് പബ്ലിഷ്ഡ് in the year 1897. The first major novel in മലയാളം ഇന്ദുലേഖയാണ്. ഇന്ദുലേഖ പബ്ലിഷ് ചെയ്യുന്ന ഇയർ 1889. ഇന്ദുലേഖ is the grand daughter of dash, the Karnavar of the family. അപ്പൊ ഇന്ദുലേഖ ഗ്രാൻഡ് ഡോട്ടർ ഓഫ് പാഞ്ചു മേനോൻ. അടുത്തത്, ഹു ഈസ് ഇന്ദുലേഖാസ് ലവർ? ഇന്ദുലേഖയുടെ ലവറിന്റെ പേരാണ് മാധവൻ. മാധവൻ ഹാഡ് ആസ്ക്ഡ് പാഞ്ചു മേനോൻ ഫോർ പെർമിഷൻ ടു ബ്രിങ് എലോങ് വിത്ത് ഹിം ടു ഗിവ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ. ആർക്കും കൂടി ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ വേണം എന്നാണ് പാഞ്ചു മേനോന്റെ അടുത്ത് ചോദിക്കുന്നത്. ഷിന്നനും കൂടി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്. ഇൻ വിച്ച് ഇയർ അയ്യങ്കാളി ഓർഗനൈസ്ഡ് വില്ലുവണ്ടി യാത്ര? ഏത് ഇയറിലാണ് വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി ഓർഗനൈസ് ചെയ്യുന്നത്? 1893. അയ്യങ്കാളി എൻറോൾ ദ ദളിത് സ്റ്റുഡൻറ് ഡാഷ് ഇൻ എ സ്കൂൾ ഓഫ് ഊരുട്ടമ്പലം. ആൻസർ വരുന്നത് പഞ്ചമി എന്നുള്ളതാണ് കേട്ടോ. അടുത്ത ചോദ്യം, അയ്യങ്കാളി വാസ് നോമിനേറ്റഡ് ടു സെർവ് ഇൻ ദ ശ്രീമൂലം പ്രജാസഭ ഇൻ ഇയർ 1912. അപ്പോൾ ഇയറുകളൊക്കെ പിന്നെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനില്ല കൂടുതൽ, അങ്ങനെ തന്നെ നിങ്ങൾ പഠിക്കുക. അയ്യങ്കാളി ഫോംഡ് ദി സാധുജന പരിപാലന സംഘം SGPS ഇൻ ദ ഇയർ 1907. ഹു വാസ് അയ്യങ്കാളീസ് ഗുരു? അയ്യങ്കാളിയുടെ ഗുരുവിന്റെ പേര് തൈക്കാട്ട് അയ്യാവ്. ഹു വാസ് ദ ഫൗണ്ടർ ഓഫ് ദി പ്രത്യക്ഷ രക്ഷാ ദൈവസഭ? PRDSന്റെ പൊയ്കയിൽ അപ്പച്ചനാണ്. പിന്നെ SJPS ആണ് അയ്യങ്കാളി കേട്ടോ. PRDS പൊയ്കയിൽ അപ്പച്ചനാണ്. ദെൻ ഹു ഈസ് ദ ഓഥർ ഓഫ് ദ പോയം നോ നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് സീൻ എന്നുള്ളത് പൊയ്കയിൽ അപ്പച്ചൻ്റെയാണ്. ഹു ഈസ് ദ ട്രാൻസ്ലേറ്റർ ഓഫ് ദ പോയം നോ നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് സീൻ? അജയ് S. ശേഖർ. പൊയ്കയിൽ അപ്പച്ചൻ ചേഞ്ച്ഡ് ഹിസ് നെയിം ഫ്രം കൊമരൻ ടു യോഹന്നാൻ. കൊമരൻ എന്നുള്ള പേരിൽ നിന്നും യോഹന്നാൻ എന്നുള്ള പേരിലേക്കാണ് പൊയ്കയിൽ അപ്പച്ചൻ പേര് മാറ്റുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ എ റെവല്യൂഷണറി ദളിത് ലീഡർ ആൻഡ് സോഷ്യൽ റിഫോമർ വാസ് ബോൺ ഇൻ ഇരവിപേരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ജനിക്കുന്നത്. ദെൻ at the legendary Raksha Nirnaya Yogam conducted in dash in 1910, the poem No Not a Single Letter is Seen was sung. അപ്പോൾ ഈ No Not a Single Letter is Seen എന്ന് പറയുന്ന കവിത പാടിയത് ഒരു സദസ്സിൽ വെച്ചായിരുന്നു എന്ന് പറഞ്ഞല്ലോ, ഒരു യോഗത്തിൽ വെച്ചാണ്. അപ്പോൾ ആ ഒരു യോഗം എവിടെ വെച്ച് നടന്ന യോഗമാണ്? കുളത്തൂർ കുന്നിൽ വെച്ച് നടന്ന യോഗത്തിലാണ് 1910 ഈ പാട്ട് പാടുന്നത്. നോ നോട്ട് എ സിംഗിൾ ലെറ്റർ സീൻ എന്ന് പറയുന്ന പോയം പാടുന്നത്. Who is known as the father of Kerala's Islamic Renaissance? Vakkam Abdul Qadir Maulavi. On January 19 ഇല്ലത് ഡാഷ് ആണ്. ഓൺ ജാനുവരി ഡാഷ് വക്കം മൗലവി സ്റ്റാർട്ടഡ് ദ വീക്ക്ലി ജേർണൽ സ്വദേശാഭിമാനി. സ്വദേശാഭിമാനി സ്റ്റാർട്ട് ചെയ്യുന്നത് 1905. ദെൻ ഹു വാസ് ദ ഫസ്റ്റ് എഡിറ്റർ ഓഫ് സ്വദേശാഭിമാനി? ഫസ്റ്റ് എഡിറ്റർ CP ഗോവിന്ദപിള്ളയാണ് കേട്ടോ. ദെൻ ഹു റോഡ് ദ എസ്സേ വക്കം മൗലവി മൈ ഗ്രാൻഡ് ഫാദർ ദി റബൽ? നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗം എഴുതിയിട്ടുള്ളത് ആരാണ്? സാബിൻ ഇക്ബാലാണ്. ചോദ്യം എന്ന് പറയുന്നത്, കോളനൈസേഴ്സ് റീപ്ലേസ്ഡ് മെമ്മറി ബൈ റിമൂവിംഗ് എ പീപ്പിൾ ട്രഡീഷണൽ മെമ്മറി ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദെയർ ഓൺ. ഹൂ സ്റ്റേറ്റ്സ്? ഇത് പറഞ്ഞത് ആരാണ്? ഇതൊരു കെന്യൻ റൈറ്റർ ആയിട്ടുള്ള ന്യൂഗി വാ തിയാങ്കു എന്ന് പറയുന്ന റൈറ്ററാണ് ഇങ്ങനെ പറഞ്ഞത്. അടുത്ത ചോദ്യം, ന്യൂഗി വാ തിയാങ്കൂസ് വാസ് എ ഡാഷ് റൈറ്റർ. നമ്മൾ ഓൾറെഡി പറഞ്ഞു, കെന്യൻ റൈറ്റർ ആണ്. Then Maulavi was influenced by Muhammad Rashid Rida's journal Al-Manar എന്നാണ് അതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത്, ഹു വാസ് ദി സെക്കൻഡ് എഡിറ്റർ ഓഫ് സ്വദേശാഭിമാനി? ഇപ്പം എല്ലാവരും അറിയപ്പെടുന്നത് ഏത് എഡിറ്ററിനെയാണ്? R. രാമകൃഷ്ണ പിള്ളേനെയാണ് കേട്ടോ. അതിന് മുന്നേ CP ഗോവിന്ദൻ പിള്ളയായിരുന്നു. അത് തെറ്റാതെ പഠിച്ചോളൂ കേട്ടോ. CP ഗോവിന്ദൻ പിള്ളയും രണ്ടാമത്താണ് R. രാമകൃഷ്ണ പിള്ള. 49ാമത്തെ ചോദ്യം, പവർ ഈസ് ദ എബിലിറ്റി നോട്ട് ജസ്റ്റ് ടു ടെൽ ദ സ്റ്റോറി ഓഫ് അനദർ പേഴ്സൺ ബട്ട് ടു മേക്ക് ഇറ്റ് ഡെഫിനിറ്റ് സ്റ്റോറി ഓഫ് ദാറ്റ് പേഴ്സൺ. ഹൂ സെയ്സ്? ആരാണ് ഇങ്ങനെ പറഞ്ഞത്? ചിമമാൻഡ എങ്കോസി അഡിച്ചെ. ദെൻ ദ ഫസ്റ്റ് ന്യൂസ് പേപ്പർ ഇൻ കേരള ടു എസ്റ്റാബ്ലിഷ് കോൺടാക്ട് വിത്ത് റൂട്ടേഴ്സ് ഇൻ ലണ്ടൻ. ലണ്ടനിലെ റൂട്ടേഴ്സുമായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ഉള്ള കേരളത്തിലെ ആദ്യ ന്യൂസ് പേപ്പർ ഏതായിരുന്നു? സ്വദേശാഭിമാനി.
ഓക്കെ, അപ്പം ഇത് നമ്മൾ കുറച്ച് ലെങ്ത് കുറവായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട് അടുത്ത 10 കൂടി ഞാൻ പറയുന്നുണ്ട്. ഹു റോട്ട് ദ പോയം കുറ്റിപ്പുറം ബ്രിഡ്ജ്? എടശ്ശേരി ഗോവിന്ദൻ നായരാണ്. ഹു ട്രാൻസ്ലേറ്റഡ് ദ പോയം കുറ്റിപ്പുറം ബ്രിഡ്ജ് ഇൻ ടു ഇംഗ്ലീഷ്? ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആരാ? AJ തോമസ് ആയിരുന്നു. Then which is the poem that expresses the poet anxiety and uncertainty about the process of modernization and മെക്കനൈസേഷൻ? അപ്പം ഇതിനെക്കുറിച്ച് എക്സ്പ്രസ് ചെയ്യുന്ന പോയം എന്ന് പറയുന്നത് കുറ്റിപ്പുറം ബ്രിഡ്ജ് തന്നെയാണ്. അതിൽ ഒരു ആൻസൈറ്റിയും മോഡേണൈസേഷനും അൺസർട്ടനിറ്റിയും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കവിതയാണ് കുറ്റിപ്പുറം ബ്രിഡ്ജ്. 54ാമത്തെ ചോദ്യം, ഡാഷ് ഈസ് ദ ആക്ട് ഓഫ് ക്രൗളിംഗ് ബിറ്റ്വീൻ ദ വിന്നേഴ്സ് ലെഗ് ഓൺ പെനാലിറ്റി അപ്പോൺ ലോസിങ് എ ഗെയിം? നമ്മളൊരു ഗെയിം തോറ്റു കഴിഞ്ഞാൽ അതിൽ വിജയിച്ച ആളുടെ കാലിനിടയിൽ കൂടെ ഇങ്ങനെ നൂഴ്ന്ന് നമ്മൾ അപ്പുറത്തേക്ക് പോവില്ലേ? അപ്പൊ ആ ഒരു ആക്ടിനെ പറയുന്ന പേര് നാട്ട നൂഴുക എന്നുള്ളതാണ്. അതൊരു ഗെയിമാണ്. ആക്ച്വലി ഗെയിമിലെ ഒരു പെനാൽറ്റീന്റെ ഭാഗമാണ്. Then, who is a Malayalam novelist and social reformer best known for exposing the pitiable plight of Nambudiri women? Nambudiri womensiനെ കുറിച്ച്, അവരുടെ പിറ്റേ സിറ്റുവേഷനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത ആൾ ആരാണ്? ലളിതാംബിക അന്തർജനം. Then, who penned the work Daughter of Humanity? Daughter of Humanity എഴുതിയിരിക്കുന്ന ആരാ? ലളിതാംബിക അന്തർജനം. Dash translated മനുഷ്യപുത്രി into English as Daughter of Humanity? ആരാണിത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗീത കൃഷ്ണൻകുട്ടിയാണ് ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ദെൻ ഡാഷ് ഈസ് എ ക്യാരക്ടർ ഇൻ ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി? ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റിയിലെ ക്യാരക്ടർ ആരാ? കുഞ്ഞാത്തോലമ്മ. ആ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോളെ. കുഞ്ഞ എന്ന് പറയുമ്പോൾ നമ്മൾ ജെ ഇടാനുള്ള ചാൻസ് ഉണ്ട്. ഇത് KUNHA ആണ് വരിക, പക്ഷെ നമ്മൾ പറയുമ്പോൾ കുഞ്ഞാത്തോലമ്മ എന്നാണ് പറയുന്നത്. 59ാമത്തെ ചോദ്യം, ദ സ്റ്റോറി ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി വാസ് പബ്ലിഷ്ഡ് ഇൻ ദ ആന്തോളജി കാസ്റ്റ് മീ ഔട്ട് ഇഫ് യു വിൽ എന്നുള്ളതിലാണ് പബ്ലിഷ് ചെയ്തത്. ദെൻ 60ാമത്തെ ചോദ്യം, ഹു ഈസ് റെഫേർഡ് ടു ഹിംസെൽഫ് ആസ് ഹംബിൾ ഹിസ്റ്റോറിയൻ? വൈക്കം മുഹമ്മദ് ബഷീർ. ആളെ തന്നെ ഹംബിൾ ഹിസ്റ്റോറിയൻ എന്നാണ് വിളിക്കുന്നത്. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യത്തെ 60 ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇതിൽ അത്രയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ വേഗം വീഡിയോ തീർത്തേക്കാണ്. അപ്പോൾ ഇത് പാർട്ട് 1 60 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് പാർട്ടിൽ നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. So all the very best. Thank you.